ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അബേരി ബ്ലോഗ്സ്. ഈ വീഡിയോയിൽ കാണിക്കുന്നതേ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആണ് കേട്ടോ. പിന്നെ വാടക വീട്ടിൽ താമസിക്കുമ്പോൾ ഉപകാരപ്പെടുന്ന കുറച്ച് ഐറ്റംസ് ആണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മൊസ്കിറ്റോ നെറ്റ് വാങ്ങിച്ചപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഞാൻ പക്ഷെ അത് ഒട്ടിച്ചതിന് ശേഷമായിരുന്നു കാണിച്ചത്. ഇതിപ്പോൾ ഞാൻ വേറെ ഒരെണ്ണം കൂടെ വാങ്ങിയതാണ്. എന്നിട്ട് ഞാനത് വിൻഡോൻ്റെ ആ ഫ്രെയിമിൻ്റെ കറക്റ്റ് അളവെടുത്തിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തതാണ് കേട്ടോ. കാരണം കിച്ചണിലെ വിൻഡോ 3 അപ്പോൾ അങ്ങേയറ്റവും ഇങ്ങേയറ്റവും മതി. നടുവിൽ ഞാൻ പാത്രം വെക്കുന്ന സ്റ്റാൻഡ് വെച്ചേക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് 2 സൈഡിലായിട്ട് വെക്കേണ്ടതുകൊണ്ട് 2ആയിട്ട് ഞാൻ കട്ട് ചെയ്ത് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ളത് ഇനി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ ഫ്രെയിമിൽ ഒട്ടിക്കാനൊരു സംഭവമുണ്ട്. അതിനകത്തേക്ക് ഈ നെറ്റിൻ്റെ സൈഡിലും അതിനകത്ത് ഒട്ടിക്കാനൊരു സംഭവമുണ്ട്. അതും കൂടെ ചേർത്ത് ഒട്ടിച്ചിട്ട് ഈ വിൻഡോയിലേക്ക് ഒട്ടിച്ചാൽ മതി കേട്ടോ. ഞാൻ ചിലപ്പോൾ ഡയറക്റ്റ് വിൻഡോയുടെ ഫ്രെയിമിലേക്ക് ഒട്ടിച്ചിട്ട് അതിലേക്ക് നെറ്റ് ഒട്ടിക്കുക ചെയ്യാറ്. പക്ഷേ ഇത്തവണ ഞാൻ അത് നെറ്റിൽ ഒട്ടിച്ചിട്ട് ഡയറക്റ്റ് വിൻഡോയിലേക്ക് ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. വിൻഡോയിൽ ഒട്ടിച്ചു. നല്ലൊരു എയർ കയറി ഇറങ്ങുകയും ചെയ്യും. ഇഴജന്തുക്കളോ അല്ലെങ്കിൽ പ്രാണിയോ പാറ്റയോ കൊതുകോ ഈച്ച അങ്ങനെ ഒന്നും അകത്തേക്ക് കയറി വരികയില്ല കേട്ടോ. ഇത് ഞാൻ കിച്ചണിലും ബാത്റൂമിലും 2 എക്സോസ്റ്റ് ഫാൻ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഹോൾ ഇട്ടിട്ടുണ്ടായിരുന്നേ. പക്ഷെ അതിൽ എക്സോസ്റ്റ് ഫാൻ വെച്ചില്ല കേട്ടോ. അതുകൊണ്ട് അതുവഴി ഇത് അത്യാവശ്യം വലിയൊരു ഹോളാണ്. അപ്പോൾ അതിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ നെറ്റ് വാങ്ങിയത് കേട്ടോ. അപ്പോൾ വിൻഡോൻ്റെ സൈസിൻ്റെ ഉണ്ട്, ചെറിയ റൗണ്ട് ഹോളിൻ്റെയാണ് കേട്ടോ. അപ്പം റൗണ്ട് ഹോളിൻ്റെയും വിൻഡോൻ്റെയും സൈസ് കറക്റ്റ് നോക്കിയിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിലൂടെ കിച്ചൻ്റെ ഉള്ളിലുള്ള ഒരു എയറും സ്മെല്ലും എല്ലാം പുറത്തേക്ക് പോവുകയും ചെയ്യും. പുറത്തുനിന്ന് നല്ല ഫ്രഷ് എയർ ഉള്ളിലേക്ക് കയറുകയും ചെയ്യും. പിന്നെ ഞാൻ വാങ്ങിയത് നമുക്ക് ബാഗൊക്കെ തൂക്കിടാൻ പറ്റിയ ഒരു സംഭവമാണ് കേട്ടോ. നമുക്കതിൽ എത്ര ബാഗ് വേണമെങ്കിലും കയറും കേട്ടോ. അപ്പം നമുക്ക് ബാഗിൻ്റെ സൈസ് അനുസരിച്ചൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയും ചെയ്യാം, സ്പേസും സേവ് ചെയ്യാം കേട്ടോ. പിന്നെ അത് നമുക്ക് ആണിയൊക്കെ അടിക്കുന്നതിനൊക്കെ ഡ്രില്ല് ചെയ്യുന്നതിനൊക്കെ പകരമായിട്ട് നമുക്ക് ഡോറിന് പുറകിൽ തൂക്കിടാൻ പറ്റുന്നൊരു ഹാങ്ങറാണത് കേട്ടോ. ഡ്രില്ല് ചെയ്യേണ്ട, ആണി വേണ്ട, ഒന്നും വേണ്ട കേട്ടോ. പ്രത്യേകിച്ച് വാടക വീടുകളിൽ താമസിക്കുന്നവർക്കും ഉപകാരപ്പെടുന്ന ഒരു ഐറ്റമാണ് ഈ ഐറ്റം കേട്ടോ. ഇത് നമുക്ക് നമ്മുടെ 2 കട്ടനിടേണ്ട ഒരു 2 ഭിത്തിയുടെയും ലെങ്ത് അനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഡ്രില്ലിങ്ങോ ആണി അടിക്കാതെയൊക്കെ നമുക്ക് കട്ടനിടാൻ പറ്റുന്നൊരു സംഭവമാണിത്. അപ്പോൾ നമുക്കത് ഇങ്ങനെ ഒരു റോഡാണ് വരുന്നത്. അതിങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് 2 സൈഡിൽ നിന്നും നമുക്ക് എത്ര ലെങ്താണോ വേണ്ടത് അതനുസരിച്ച് നമുക്ക് നീട്ടം കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. നമുക്കത് തിരിച്ച് കൂരെടുക്കണം എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ കാണിച്ചതെല്ലാം തന്നെ കൂടുതലും വാടക വീടുകളിൽ താമസിക്കുന്നവർക്ക് ഉപയോഗപ്പെടുന്ന ഐറ്റംസാണ് കേട്ടോ. ഞാനിപ്പോൾ റൂമിൽ ഇരുന്നോണ്ടേ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്തെ ഒരു പൂച്ച ജനൽമേലേക്ക് ചാടിയിട്ടോ. ചാടിയപ്പം നെറ്റ് ഉള്ളത് കാരണം അതിനകത്തേക്ക് കയറാൻ പറ്റിയില്ലേ, അതുകൊണ്ട് തിരിച്ച് ചാടിപ്പോയിട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു നെറ്റ് വളരെ എല്ലാ രീതിയിലും വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ. എൻ്റെ വീഡിയോ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.